ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അഹാന കൃഷ്ണകുമാർ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളാണ്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ആ ഒരു കാലം കഴിഞ്ഞ് അവരൊക്കെ ഈ ലോകം തന്നെ വിട്ടുപോയാലായിരിക്കാം മേ ബി അങ്ങനെ ഒരു തുല്യത ഇവിടെ വരുള്ളൂ. ദുൽഖർ ആയിക്കോട്ടെ, പ്രണവ് മോഹൻലാൽ ആയിക്കോട്ടെ, ഒരിക്കലും ഇവരുടെ അത്രയും വരുമോ? ഇല്ല. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ അത്രയും ദുൽഖറും എന്താ പറയാ ഇവരും വരുമോ? പൃഥ്വിരാജ് വരുമോ? ഒരു സ്ത്രീയെ മെയിൻ ഹീറോയിൻ ആക്കി അങ്ങനെ അല്ലെങ്കിൽ അവരാണ് പ്രധാന കഥാപാത്രം എന്ന രീതിയിൽ സിനിമ എടുക്കാൻ പലപ്പോഴും മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു മടിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ചിത്രേ, നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ കത്തി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത്. അത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് WCCയുടെ ഭാഗമായിട്ടുള്ള പാർവതി തിരുവോത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മളത് കേട്ടിട്ടുണ്ട്. റീമ കല്ലിങ്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അഹാന കൃഷ്ണകുമാർ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളാണ്. ഈ പറയുന്ന ഒരു അവാർഡ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൽ മുൻനിരയിൽ മുഴുവൻ പുരുഷന്മാരാണ്. എന്താ സ്ത്രീകൾക്ക് മുൻനിരയിലിരിക്കാൻ ഒരു അവസരം കൊടുക്കാതിരുന്നത്? ഇത് യാദർശികമായിട്ട് സംഭവിച്ച അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചതായിട്ട് തോന്നുന്നില്ല എന്ന് അഹാന കൃഷ്ണകുമാറിന്റെ ഒരു ഒപ്പീനിയനാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ചിത്രയ്ക്ക് എന്താ തോന്നുന്നത്? മലയാളത്തിലൊക്കെ എപ്പോഴും സൂപ്പർ സ്റ്റാർ പദവിയിലും അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഹീറോ എന്നുള്ള രീതിയിലേക്കാണ് കുറച്ചുകൂടി വാല്യൂ കൂടുതലുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടായിരിക്കാം മേ ബി അവരൊക്കെ ഫ്രണ്ടിൽ വന്നിരുന്നതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇല്ലാണ്ട് അതൊരു യാദൃശ്ചികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്താ പറയാ, ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ് അത് മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും അറിയാം. ആളുകളുടെ ചിന്താഗതി ഇപ്പോഴും ആണുങ്ങളിലേക്ക് മാത്രം ആദ്യം ഫോക്കസ് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എപ്പോഴും ഒരു വ്യക്തമാകാത്ത ഒരു കാര്യമാണ്. അതായത് ഇത്രയും കാലം പുരോഗമിച്ചു എന്നുണ്ടെങ്കിലും മിക്സ്ഡ് ആയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പം മുൻനിരയിൽ ആണുങ്ങൾ ഇരിക്കുന്നു, പിൻനിരയിലാണ് പെണ്ണുങ്ങൾ ഇരിക്കുന്നത്. അതിനകത്ത് അവാർഡ് ജേതാക്കളും ജൂറി പരാമർശമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാവർക്കും ഒരേപോലെ സ്ഥാനം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാത്ത എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും ഒരു ക്ലിയർ അല്ലാത്തൊരു കാര്യമാണ്. ശരിക്കും ഇപ്പോ തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പരിവേഷമുള്ളത് ഒരു മലയാളിക്കാണ്, നയൻതാരയ്ക്കാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഉണ്ട്, ഇപ്പം ആ ഒരു സ്ഥാനത്തേക്ക് അവർ വന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റുന്നത്. അല്ലാതെ എത്രയോ ആളുകളുണ്ട് നല്ല രീതിയിൽ അഭിനയിക്കുന്ന, നല്ല കഴിവുള്ള ആൾക്കാര്. കഴിവ് കൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും ഉള്ളതല്ല. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഹീറോയിൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും മലയാളത്തില് ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് കൂടുതലാണ്. സ്ത്രീപക്ഷ സിനിമകൾ പോലെ ഇപ്പോ ഒരു സ്ത്രീയെ മെയിൻ ഹീറോയിൻ ആക്കി അങ്ങനെ അല്ലെങ്കിൽ അവരാണ് പ്രധാന കഥാപാത്രം എന്ന രീതിയിൽ സിനിമ എടുക്കാൻ പലപ്പോഴും മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു മടിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ രീതിയിൽ അപ്പോഴാണ് എനിക്ക് ഈ പറയുന്ന രീതിയിൽ തമിഴിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നയൻതാരയെ ഓർമ്മ വരുന്നത്. കാരണം അവർ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും അവർക്കൊരു മെയിൻ റോളുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നയൻതാര ഒരു ബ്രാൻഡായി മാറി വരുന്ന സിനിമകൾ കണ്ടിട്ടുണ്ട്. വിജയം കൊയ്ത സിനിമകളും ഉണ്ട്. പലപ്പോഴും മലയാളത്തിൽ ഈ പാർവതി തിരുവോത്തൊക്കെ പറയുന്ന സമയത്ത് അതിന് വിജയിക്കണ്ടേ, നിങ്ങളെ വെച്ച് സിനിമ എടുത്താൽ വിജയിക്കണ്ടേ എന്നൊരു ചോദ്യം. കാരണം സ്ത്രീകളെ മെയിൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ സ്റ്റാർ വാല്യൂ അനുസരിച്ചിട്ട് സ്റ്റാർ വാല്യൂ ഒരു പ്രധാന പങ്കാണ്. അതുകൊണ്ട് നിങ്ങളെ പ്രധാന ക്യാരക്ടർ ആക്കി കഴിഞ്ഞാൽ സിനിമ വിജയിക്കണ്ടേ? അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സിനാണെങ്കിലും അവർക്കും ഒരു വാണിജ്യപരമായിട്ടൊരു നഷ്ടം ഉണ്ടാകുന്ന രീതിയിൽ ആരും എടുക്കില്ലല്ലോ. പക്ഷെ അങ്ങനെ അല്ല എന്ന് ബാക്കി ഇൻഡസ്ട്രീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോ ബോളിവുഡിൽ ആലിയ ഭട്ടിന്റെ ഗംഗൂബായി ട്രെൻഡിങ് ആവുന്ന പ്രിയങ്ക ചോപ്ര ബ്രാൻഡായി മാറുന്നു, ആലിയ ഭട്ട് ബ്രാൻഡായി മാറുന്നു. അങ്ങനെ ബ്രാൻഡിങ് ആയിട്ടുള്ള ഹീറോയിൻസ് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. ജയലളിത ബ്രാൻഡായിരുന്നു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫാൻസ് പേജ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ജെന്യുവൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് വാല്യൂ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എത്ര ഒരു എന്താ പറയാ, ഒരു ഹീറോനെ എടുത്ത് നോക്കിയാലും ഹീറോയിൻസിനെ എടുത്ത് നോക്കിയാലും ഹീറോസിന് ഉള്ള പോലത്തെ ഫാൻസ് ആളുകൾ, അവരുടെ ഗ്രൂപ്പുകൾ എത്ര പേര് ഉണ്ടാവും ഈ ഹീറോയിൻസിന് ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് രണ്ടുപേർക്കും രണ്ട് രീതിയിലായിരിക്കും. അതായത് ഇപ്പൊ ഹീറോയിൻസിന് അങ്ങനെ ഒരു എന്താ പറയാ ഫാൻസ് പേജ് ഒക്കെ അവരായിട്ട് തന്നെ പൈസ ഒക്കെ കൊടുത്ത് ചിലപ്പോൾ അതൊക്കെ റൺ ചെയ്യേണ്ട അവസ്ഥയാണ്. പക്ഷെ അല്ലാതെ
ഒരു ഹീറോയ്ക്ക് ചിലപ്പോൾ ആസിഫ് അലിക്ക് അങ്ങോട്ട് കൊടുത്ത് ഒരു എന്താ പറയാ ഒരു ഫാൻസ് പേജ് തുടങ്ങേണ്ടതോ അല്ലെങ്കിൽ ഒരു ഫാൻസ് ഗ്രൂപ്പ് തുടങ്ങേണ്ടതോ ആവശ്യമായിട്ടില്ല. അതൊക്കെ താനെ വരുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോൾ അങ്ങനെ കൂടുകയും ചെയ്യും. പക്ഷെ എന്നിരുന്നാൽ പോലും മഞ്ജു വാര്യർക്ക് പോലും ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അവരെയാണ്. അപ്പൊ അവർക്ക് പോലും അങ്ങനെ ഒരു ഫാൻസ് ഒരു കൂട്ടായ്മ അവർക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പ്രവർത്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫാൻസ് കൂട്ടായ്മ ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടാവുമായിരിക്കാം കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ആ ഒരു കാലം കഴിഞ്ഞ് അവരൊക്കെ ഈ ലോകം തന്നെ വിട്ടുപോയാലായിരിക്കാം മേ ബി അങ്ങനെ ഒരു തുല്യത ഇവിടെ വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് വാല്യൂ എല്ലാവർക്കും ഈക്വലാക്കി ഇനി കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ആളുകൾക്ക് വരുള്ളൂ. ഇപ്പോഴുള്ള ആളുകൾ പോണം, എന്നാൽ മാത്രമാണ് ഒരു ഈക്വാലിറ്റി അവിടെ വരുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ തെറ്റായിരിക്കും. നമ്മുടെ യൂത്ത് സ്റ്റാർസ് ആയിരിക്കും അപ്പോഴും കയറി നിൽക്കുന്നത്. അല്ല, കാലം കുറച്ച് മാറിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇവരെന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ള ആൾക്കാരാണ്. അവരെ നമുക്ക് ഒരിക്കലും ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കി മാറ്റാൻ അല്ലെങ്കിൽ പുറത്തേക്ക് മാറ്റാനായിട്ട് പറ്റുന്ന ആൾക്കാരല്ല. അവരെപ്പോഴും ആ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. ഇപ്പം ദുൽഖർ ആയിക്കോട്ടെ, പ്രണവ് മോഹൻലാൽ ആയിക്കോട്ടെ, ഒരിക്കലും ഇവരുടെ അത്രയും വരുമോ? ഇല്ല. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ അത്രയും ദുൽഖറും എന്താ പറയാ ഇവരും വരുമോ? പൃഥ്വിരാജ് വരുമോ? ഫഹദ് ഫാസിൽ വരുമോ? ഇല്ല. ഇവരൊക്കെ ഈ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി മോഹൻലാലിന്റെ കാലം കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ഈക്വാലിറ്റി ഇതിനകത്ത് വരുള്ളൂ. ഒരു ബിഗ് എംസിന്റെ കാലം കഴിഞ്ഞാലേ വരുള്ളൂ ആ ഒരു രീതിയിലേക്ക് എത്തപ്പെടുന്നത്. ശരിയാണ്. പലപ്പോഴും ഈ മഞ്ജു വാര്യറിനെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതിനോട് പലരും യോജിക്കുന്നില്ല. ഇപ്പൊ മഞ്ജു വാര്യറിനെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ട് അവരുടെ ഒരു കംബാക്ക് എന്ന് പറയുന്നത് ഹൗ ഓൾഡ് ആർ യുയിലൂടെ ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല് കുറെ നാള് കത്തി നിന്നിരുന്ന ഈ ദിലീപിനെ മഞ്ജു വാര്യർ കല്യാണം കഴിക്കുന്ന ഒരു സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ശരിക്കും മഞ്ജുവിനായിരുന്നു ഇൻഡസ്ട്രി വാല്യൂ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ദിലീപ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ അത്രയും ഇൻഡസ്ട്രി വാല്യൂ ഉണ്ടായിരുന്നൊരു ആക്ട്രസ്, അല്ലെങ്കിൽ അവരുടെ സിനിമകൾ, അവരുടെ ആ ഒരു കോമ്പിനേഷൻസ് മോഹൻലാലുമായിട്ടുണ്ട്, മമ്മൂക്കയായിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഒരു പാറ്റേൺ ഓഫ് സിനിമകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഉർവശിയെ പോലെ ഉർവശി, മഞ്ജു വാര്യർ, അങ്ങനെ ഒരു പാറ്റേൺ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മലയാള സിനിമയിലെ കുറേയധികം ആൾക്കാർ ആ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് മഞ്ജുവിനെ കാണാതെ വന്നു. എന്നുവെച്ചാൽ മാരേജ് കഴിഞ്ഞു, പിന്നെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നു. പിന്നെ പല ആൾക്കാരും കംബാക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, കുറെ വർഷത്തിന് ശേഷമുള്ള ഒരു കംബാക്ക്. അപ്പൊ അതിലും ഒരു സ്ത്രീപക്ഷ സിനിമയിലൂടെ വരുന്നു. അതൊരു ഒരു ഹീറോയിസം ഉള്ള ഒരു എൻട്രി ആയിരുന്നു നമുക്ക് പറയാതിരിക്കാൻ. അത് ചിലപ്പോ ഇതിനു മുമ്പേ അവർ തീരുമാനിച്ചു വെച്ച കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഒരു സൈഡ് റോളിലൂടെ അവർ വരില്ല. അല്ലാതെ അവർക്ക് അവരൊരു എന്താ പറയാ ഒരു ക്യാരക്ടർ റോൾ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവത്തിലൂടെ മാത്രം, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് മാത്രമേ അവർ വരുള്ളൂ എന്നുള്ളത് അവരുടെ തീരുമാനമായിരിക്കാം. മമത മോഹൻദാസിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ കട്ടിങ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു കോട്ട് പോലെ ഷെയർ ചെയ്ത് കോട്ട് പോലെയല്ല, ഒരു റൈറ്റപ്പ് പോലെ ഷെയർ ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഹീറോയിന്റെ ഒരു കംബാക്ക് ഒരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ ഞാൻ അവരുടെ സെക്കൻഡ് ഹീറോയിൻ ആയിരുന്നു. ആ സെക്കൻഡ് ഹീറോയിനെ ഞാൻ അഭിനയിച്ചു. ആ പടം പുറത്തിറങ്ങുകയും ചെയ്തു. പക്ഷെ എന്റെ ഒരു പടത്തിന്റെ ഒരു ഗസ്റ്റ് റോള് ചെയ്യാനായിട്ട് അവർ വന്നില്ല എന്നുള്ളത് അത് ഈഗോ ക്ലാഷ് തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവരും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മഞ്ജു വാര്യർ എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ഒരു ലേഡി സൂപ്പർ സ്റ്റാർ പ്രത്യേകിച്ച് ആധികാരികത ഒന്നും വന്നിട്ടില്ല. മഞ്ജു വാര്യരുടെ ഫസ്റ്റ് കംബാക്ക് എന്ന് പറയുന്നത് ഹൗ ഓൾഡ് ആർ യു ആയിരുന്നു. അതിനകത്തിൽ റോളൊന്നും ഉണ്ടായിരുന്നില്ല. ഉദാഹരണം സുജാതയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഉദാഹരണം സുജാതയിലാണെങ്കിലും സെക്കൻഡ് ഹീറോ എന്ന് പറയുന്നത് അനശ്വര രാജൻ ആയിരുന്നു. ജസ്റ്റ് ഗസ്റ്റ് റോൾ മാത്രമായിരുന്നു മമത എന്ന് പറയുന്നത്. ഹൗ ഓൾഡ് ആർ യുല് ഏറ്റവും ലാസ്റ്റ് അഭിരാമിയായിരുന്നു. മറ്റേതിനകത്തിലാണ് അല്ലെങ്കിൽ മറ്റേത് ഇവിടെ മഞ്ജു വാര്യരുടെ കംബാക്ക് വന്നപ്പോൾ അപ്പുറത്ത് ജ്യോതികയുടെ കംബാക്ക്. എനിക്ക് അതായിരുന്നു ശരിക്കും സ്ത്രീപക്ഷ സിനിമകളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നത്. ആവശ്യമില്ലാതെ പുരുഷന്മാരെ അടിച്ചമർത്താതെ സ്ത്രീപക്ഷ സിനിമകൾ എടുക്കുന്നത് ഒരു പ്രത്യേക ആസ്വദിക്കാൻ തോന്നുന്ന ഒരു രീതിയാണ്. എനിക്ക് മഞ്ജു വാര്യരുടെ മറ്റൊരു ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു ആമി എന്ന് പറയുന്നത്. പലർക്കും ഒരു മഞ്ജു വാര്യരെ മാധവിക്കുട്ടിയായിട്ട് സങ്കല്പിക്കാൻ പറ്റില്ലെങ്കിൽ പോലും പക്ഷെ അതൊരു സ്ത്രീപക്ഷ സിനിമയാണ്. അതിനകത്തില് നല്ല ഭംഗിയായിട്ടുള്ള റോള് മഞ്ജുവിന് കൊടുത്തത് മഞ്ജുവിന് പറ്റുന്ന രീതിയിൽ മഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിൽ ആദ്യം വിദ്യാബാലനെ ആയിരുന്നു കാസ്റ്റ് ചെയ്തത്. വിദ്യാബാലൻ പോയതിനു ശേഷം മഞ്ജു വാര്യർ ഈ റോൾ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരുപടി റാണി പത്മിനി, അങ്ങനെ ഒരുപടി നല്ല മനോഹര സ്ത്രീപക്ഷ സിനിമകൾ ഇവിടെ ജനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷെ
ഇത് സ്ത്രീപക്ഷ സിനിമകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഇവിടെ ഇങ്ങനെ ഈ ബ്രാൻഡായിട്ട് സ്ത്രീപക്ഷ സിനിമകൾ വരുന്ന സമയത്ത് അതൊരു ഹൗസ്ഫുള്ളോ അല്ലെങ്കിൽ ഒരു തിയേറ്റർ ഹിറ്റോ ആവുന്നില്ല. എന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഉള്ളൊഴുക്ക് എനിക്ക് വളരെ ആ ഒരു ആർട്ട് ഫിലിമാണ്. പക്ഷെ ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിലൊന്നും കാണാൻ ആൾക്കാർ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ അതിന്, നമ്മള് ഈ സ്ത്രീപക്ഷ സിനിമകൾ എടുക്കുന്നു എന്നുള്ളത് ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണ്, ഇതിനകത്തൊരു ഫെമിനിസം ഉണ്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ ആളുകളിലേക്ക് എത്തുമ്പോൾ ഇത് അടിച്ചമർത്തപ്പെടാനുള്ള ചാൻസസ് വളരെ കൂട്ടിക്കൊടുക്കുകയാണ് അവര്. അതായത് ഇങ്ങനെ ആണ്, അതായത് ആണുങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി നിങ്ങൾ സിനിമ എടുക്കരുത്, അല്ലെങ്കിൽ ആണുങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മാത്രമായിട്ട് ഒരു സിനിമ എടുത്ത് കയ്യിലേക്ക് ആ ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു വാറ് രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത് അവര് തന്നെ മനസ്സിലാക്കണം. നാളെ ഇവർക്കൊക്കെ തന്നെയാണ് ഇത് ഗുരുവായിട്ട് വരുന്നത്. അതല്ലാതെ നല്ല നല്ല സിനിമകൾ എടുക്കൂ, അതിപ്പം സ്ത്രീപക്ഷമായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സിനിമകളൊക്കെ അങ്ങനെ ഒരു അഡ്രസ് ചെയ്തപ്പെട്ട സിനിമകളായിരുന്നു. പക്ഷേ ഇതൊക്കെ പോകുന്നത് എങ്ങനെയാണെന്ന് ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള കുറെ സിനിമകളുണ്ടല്ലോ, ഈ പറയുന്ന സ്ത്രീ ഏറ്റവും കൂടുതൽ ഇപ്പോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് പൃഥ്വിരാജ് മറ്റേ നമ്മുടെ ഗീതു മോഹൻദാസിന്റെ മുഖത്തടിക്കുമ്പോ ഇത് നീ കുറച്ചുകൂടെ നേരത്തെ തരാറുന്നില്ലേടാ കള്ളർ റാസ്കൽ. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇവിടെ ശരിക്കും ആ പദം ഉപയോഗിക്കാൻ പാടില്ല, എന്നാലും ഞാൻ പറയാണ് ഇങ്ങനത്തെ കുറെ അപരാധങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അതൊരു എന്ന് വെച്ചാൽ ഹീറോയിസ്റ്റിക് പരിവേഷമാണ്. ഒരു തവണ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പെൺകുട്ടികളുണ്ട് അല്ല ഹീറോയിസ്റ്റിക് പരിവേഷം ഈ ബാബുരാജിന്റെ ഒരു സിനിമയ്ക്കകത്തില് പുള്ളി ഒരു ജൂനിയർ എന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാത്തൊരു രംഗമാണത്. എന്ന് വെച്ചാൽ എന്തോ ഒരു ഫൈറ്റ്സ് എന്തോ ഒരു കോളേജ് പഴയ സിനിമയാണ്, അതിനകത്തില് പുള്ളി സൈഡിൽ കൂടെ പോകുന്ന ഒരു പെങ്കൊച്ചിനെ കയറി വെറുതെ കിസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഈ സീനൊക്കെ എന്തിനാണ് എടുത്തു വെച്ചത് എന്നുള്ളത്. അപ്പോ ആ സിനിമയുടെ ഡയറക്ടർ പറയുന്നുണ്ട് ശരിക്കും പുള്ളി കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ആ കൊച്ചിനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു അന്ന്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്ന് വെച്ചാ അഭിനയിക്കുന്നതിന് വരെ ജീവിച്ചു കാണിച്ചു. ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാറ്റേണിനെ പൊളിക്കാന്നുള്ള രീതിയില് അതുപോലെ തന്നെ പാറ്റേണിനെ പൊളിക്കുന്ന ഒരു കാര്യമായിരുന്നു പണ്ട് ഇന്ദ്രൻ ചേട്ടനെ കളിയാക്കിയതൊക്കെ ഓർക്കുന്നുണ്ടോ? അതായത് കൊടക്കമ്പി അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പഞ്ചാബി ഹൗസിൽ ഈ ശരീരത്തിൽ നിനക്ക് അതിനുള്ള ത്രാണിയുണ്ടോ? എനിക്ക് അത് ആലോചിക്കുമ്പോ എന്തോ പോലെ തോന്നുന്നു. ആ ഒരു പാറ്റേൺ ഒക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹം അതിനൊരു നോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് അവസരം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും, വിഷമം ഉള്ളിലുണ്ടാവുകയെ. പക്ഷെ എന്നാലും അങ്ങനത്തെ കുറെ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ പാറ്റേൺ നമുക്ക് മാറ്റിയെടുക്കാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ബിഗ് എംസിനെ കണ്ടു വളർന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഓഫ് സിനിമകളെ കൂടുതൽ ഇഷ്ടപ്പെട്ടു വന്നിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്കും ഈ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടെ ഈ പറയുന്ന നടിമാര് ആരാധിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇപ്പൊ നയൻതാരയ്ക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട്, ജ്യോതിക വന്നപ്പോൾ ജ്യോതികയ്ക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടായി, ജ്യോതികയുടെ സിനിമകളൊക്കെ തിയേറ്റർ ഹിറ്റ് ആവുന്ന തലങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പിന്നീട് കങ്കണ എടുക്കുകയാണെങ്കിൽ കങ്കണയുടെ ഒരുപാട് അഭിപ്രായങ്ങളോട് എല്ലാവർക്കും പ്രശ്നമുണ്ടെങ്കിലും പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പല നടിമാർക്കും അവരോട് നല്ല അവരുടെ എയർപോർട്ട് ലുക്കൊക്കെ എനിക്ക് ഏറ്റവും അസൂയുള്ളത് കങ്കണയുടെ എയർപോർട്ട് ലുക്കാണ്. അല്ലെങ്കിൽ അങ്ങനെ ദീപിക പതുക്കോൺ ഇങ്ങനെ വരുന്ന കുറെ സീൻസ്, ദീപികയുടെ ഫാൻസ് ഉണ്ട്, പ്രിയങ്ക ചോപ്രയുടെ ഫാൻസ് ഉണ്ട്, ആലിയ ഭട്ട്, അങ്ങനെ കത്രീന കൈഫ്, എന്തൊക്കെ പറയട്ടെ സണ്ണി ലിയോണിനും ഫാൻ ബേസ് ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, അവിടുത്തെ സണ്ണി ലിയോണിനെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇവിടുത്തെ ഷക്കീലെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവിടുത്തെ കത്രീനെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇവിടുത്തെ ഈ പറയുന്ന ആ ഒരു ഷക്കീലയുടെ ഈ സിൽക്കിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സിൽക്ക് പുറത്തെ ഇൻഡസ്ട്രിയിലേക്ക് പോയാൽ നമുക്ക് ഇഷ്ടമാണ്. എന്താണെന്നറിയോ, അവിടെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് വിചാരിക്കുന്നിടത്താണ് ആ ഒരു കമ്പയർ ചെയ്യേണ്ട ഒരു സാധനം വരുന്നത്. കാരണം അവിടെ ആഷ് പോഷ് സാധനങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ പക്കാ ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ലോക്കലാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ ഇവിടെ പടച്ചു വിട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പോ ഷക്കീലേനെ നമ്മള് സണ്ണി ലിയോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും എന്താ പറയാ, സണ്ണി ലിയോണിന് ഭയങ്കര ഫാൻസ് ഉണ്ട്, ഷക്കീലക്ക് ഫാൻസ് ഉണ്ട്, പക്ഷെ ആരും പുറത്ത് പറയില്ല എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. കാരണം ഷക്കീല എന്ന് പറയുന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാളാണ്, പിന്നെ അവര് ബാക്കി ഇൻഡസ്ട്രീസിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പക്ഷെ സണ്ണി ലിയോൺ എന്ന് പറയുന്ന അവിടുത്തെ ആളാണ്. അവിടുത്തെ ആള് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. ഇപ്പൊ ബോളിവുഡിലെ അഭിഹിതങ്ങൾ നമുക്ക് നോർമലൈസ് ആവുകയും
മലയാളം ഇൻഡസ്ട്രിയിൽ അവിഹിതങ്ങൾ ഭീകരമാകുകയും ചെയ്യുന്നതിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. അപ്പൊ ഈ അഹാന അഡ്രസ് ചെയ്ത പോലെ ഇങ്ങനൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. ഈ ക്യാരവാന്റെ ഒക്കെ പ്രശ്നങ്ങൾ പറഞ്ഞ സമയത്ത് ഈ സ്ത്രീകൾക്കൊക്കെ ക്യാരവാൻ ഈ മുൻതാർ അല്ലെങ്കിൽ ആ ഒരു ഫെയിമിലേക്ക് എത്തുന്നവർക്ക് മാത്രമേ ക്യാരവാൻസ് പോലും ഉണ്ടായിരുന്നുള്ളൂ. ഈ ഉർവശിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉർവശിയൊക്കെ ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നതിനെക്കാട്ടും ഞാൻ കണ്ടിട്ടുള്ളത് പുറത്ത് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ഉർവശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമായിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും അവർക്ക് ആ ഒരു സ്നേഹം ഉർവശിയോട് നിലനിൽക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാലും ഇപ്പോഴും നമ്മൾ അടുത്ത് കണ്ടായിരുന്നു ഉർവശിക്ക് ഒരു അവാർഡ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആർട്ട് ഫിലിമിന് നിങ്ങൾ ഇവിടെ ആസ്വദിക്കുന്നില്ല, സ്വീകാര്യതയില്ലെങ്കിലും ഇവിടുത്തെ ഹാസ്യ നടിയെ അവിടെ വേണം. അവിടെ 6 പേർക്കെന്തോ ആണ് ഇപ്പൊ മലയാളികൾക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ മികച്ച നടി പദവി കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുമോ എന്നുള്ളത് വളരെ സംശയമാണ്. അതാണ് ആ ഒരു പ്രാധാന്യം. കാരണം ബാക്കി ഇൻഡസ്ട്രീസിൽ ആ ഒരു സ്റ്റാർഡം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ചിലപ്പോൾ ഈ പറയുന്ന പാട്രിയാർക്കിയിൽ തന്നെ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത് മതി, പക്ഷെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ അതായിക്കോട്ടെ. പുച്ചിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ലേഡി സൂപ്പർ സ്റ്റാർ ആണോ ഈ പറയുന്ന നയൻതാര അവിടെ നിന്ന് അവൾക്ക് എന്തറിയാം, ഇങ്ങനെ പുച്ചിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈ പുച്ചിക്കുന്ന ആൾക്കാർ അവിടെ പോയി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടികൊള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ നസ്രിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തമിഴ്നാട്ടിലുണ്ട്. അതാണ് നമ്മുടെ ഹീറോയിൻസിനെയൊക്കെ അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മാത്രം വിലയില്ലാത്ത ഇവരൊക്കെ വന്നു കഴിഞ്ഞുള്ള ജനക്കൂട്ടത്തെ കാണാൻ ചിത്ര അത്രയധികം ആരാധകരുണ്ട് അവർക്ക് എന്നുള്ളതാണ് ആ ഒരു സത്യാവസ്ഥ. ഇവിടെയാണെങ്കിൽ നമ്മള് സണ്ണി ലിയോൺ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല ഓളങ്ങൾ ഉണ്ടാവും, ബ്ലോക്ക് ഉണ്ടാവും. പക്ഷെ ഷക്കീല വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇവിടെയാണ് ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ അതൊരു നീതിപരമായിട്ടൊരു കാര്യമില്ല. അഹാന അഡ്രസ് ചെയ്ത് നല്ലൊരു കാര്യമാണ്. അഹാനയുടെ ആ അഡ്രസ്സിനകത്തില് കുറെ കമന്റ്സ് ഞാൻ കണ്ടു. കൃഷ്ണകുമാർ നല്ലൊരു നായകനായിരുന്നെങ്കിൽ ഇപ്പൊ മുന്നിൽ ഇരിക്കാമായിരുന്നല്ലോ എന്നുള്ളത്. അഹാനയ്ക്ക് വലിയ മികച്ച അഭിനയം ഇല്ലാത്തത് കൊണ്ടാണ് പിൻനിരയിൽ പോലും ഇരിക്കാൻ പറ്റാതിരുന്നത്. അവരൊരു കാര്യത്തിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യാം, നിനക്കത് പറയാനുള്ള യോഗ്യതയില്ല. അങ്ങനെ പറയുന്ന കുറെ അധികം ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ വായടച്ചിരിക്കേണ്ട വരും തന്നെ പറയാം. അല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ തുടങ്ങിയത്. പാർവതി തിരുവത്ത് പറയുന്ന പോലെ പണ്ട് ഇവിടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും കിട്ടിയത്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ആരാധിച്ച ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു, ഇനി അത് പറയാതെ വിട്ടുപോകണ്ട, ലോകക്കകത്തിൽ കല്യാണി പ്രിയദർശന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടായിട്ടുള്ളതും നീലിയെ ആണ് എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതും. അതില് ഈ മമ്മൂക്കയുടെ കൈയും ദുൽഖറിന്റെ ഗസ്റ്റ് റോളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ കല്യാണിയാണ് ആ ഒരു ഹൈപ്പിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനത്തെ സിനിമകള് ചിത്ര പറഞ്ഞ പോലെ ഈ പുരുഷ വിരോധം കുത്തിക്കയറ്റി സ്ത്രീപക്ഷമാണ് എന്നുള്ള സാധനം അങ്ങനെ കൊണ്ടുവരാതെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നൊരു മികച്ച ക്യാരക്ടർ റോൾസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ഒരു വിജയം ഉണ്ടാവും. പക്ഷെ അല്ലാതെ ഞങ്ങൾ സ്ത്രീപക്ഷ സിനിമ എടുക്കുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എന്നുള്ള അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പ്രേക്ഷകരൊന്നും അത്ര അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്.